Hi everyone, myself Monisha from Genius Academy. Today we are going to discuss about some of the hidden tips of our writing module. എല്ലാവരും ഒരുപാട് തവണ റൈറ്റിംഗ് മൊഡ്യൂൾ എഴുതി നിങ്ങൾക്ക് 350 സ്കോർ കിട്ടുന്നില്ല എന്നുള്ള ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നവരാണോ? അറിയാതെ പോയ ഹിഡൻ ടിപ്സുകൾ നമുക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടോ? എങ്കിൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സുകൾ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ്. ഫസ്റ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മളുടെ 6 റൈറ്റിംഗ് ക്രൈറ്റീരിയാസ് ആണ്. ഓക്കെ, അപ്പോൾ ആ ക്രൈറ്റീരിയാസിൽ എങ്ങനെ നമ്മുടെ മാർക്ക് നമുക്ക് നഷ്ടപ്പെടുന്നു, എങ്ങനെ നമുക്ക് മാർക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും, അതാണ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, നമ്മുടെ 6 ക്രൈറ്റീരിയാസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ പർപ്പസ്, അതിൽ നമുക്ക് ടോട്ടൽ നമുക്ക് പോകുന്നത് 3 മാർക്കാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ കണ്ടന്റ്, അതിൽ നമുക്ക് കിട്ടുന്നതും പോകുന്നതുമായിട്ടുള്ളത് 7 മാർക്കാണ്. ഓക്കെ, തേർഡ് വൺ കൺസൈസ്നെസ് ആൻഡ് ക്ലാരിറ്റി. ഓക്കെ, അതിൽ നമുക്ക് കിട്ടുന്നത് 7 മാർക്കാണ്. ഫോർത്ത് വൺ ഓർഗനൈസേഷൻ ആൻഡ് ലേ ഔട്ട്. ഓക്കെ, നമ്മൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ഒരു ക്രൈറ്റീരിയ ആണ് ഓർഗനൈസേഷൻ ആൻഡ് ലേ ഔട്ട്. ഓക്കെ, അവിടെയും നമുക്ക് കിട്ടുന്നത് 7 മാർക്കാണ്. ഫിഫ്ത്ത് വൺ നമ്മൾ അറിയേണ്ടത് ജോണർ ആൻഡ് സ്റ്റൈൽ. ഓക്കെ, എങ്ങനെയാണ് നമുക്കൊരു ടൈപ്പ് ഓഫ് ലെറ്റർ നമുക്ക് ഏത് രീതിയിൽ എങ്ങനെ എഴുതാം അല്ലേ? ഓക്കെ, ലാസ്റ്റ് വൺ ലാംഗ്വേജ്. അപ്പോൾ ലാംഗ്വേജിന് നമുക്ക് കിട്ടുന്നത് 0. ദാറ്റ് മീൻസ് ഇതൊരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ലാംഗ്വേജ് ആണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം, ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരു കാര്യം. ഓക്കെ, ഇനി അടുത്ത സെക്കൻഡ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരു കാര്യം നമ്മുടെ റീഡർ ആരാണ് അല്ലെങ്കിൽ നമ്മുടെ റെസിപ്പിയൻ ആരാണെന്നുള്ളതാണ്. ഓക്കെ, എന്നിരുന്നാൽ മാത്രമേ നമുക്ക് എങ്ങനെ നമ്മുടെ റൈറ്റിംഗ് മൊഡ്യൂൾ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ അല്ലെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. അവിടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ അറിയേണ്ടത് ആ റീഡറിന്റെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്നാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ കണ്ടന്റുകൾ നല്ല വൃത്തിയായിട്ട് സെഗ്രിഗേറ്റ് ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റും. 3 ടൈപ്പ് ഓഫ് കണ്ടന്റുകളാണുള്ളത്: റെലവൻറ്റ്, ഇറലവൻറ്റ് ആൻഡ് സെമി റെലവൻറ്റ്. റീഡറിന്റെ റെസ്പോൺസിബിലിറ്റീസും ഡ്യൂട്ടീസും അറിഞ്ഞിരുന്നാൽ നമുക്ക് വൃത്തിയായിട്ട് നമുക്ക് റൈറ്റിംഗ് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം നല്ല വൃത്തിയായിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്കപ്പോൾ ഒരു വൃത്തിയായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് എഴുതണമെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 3 കാര്യങ്ങളാണ്. നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷൻ മാൻഡേറ്ററി ആയിട്ട് വേണ്ട 3 കാര്യങ്ങൾ: പേഷ്യന്റ്, ഫുൾ നെയിം; സെക്കൻഡ് വൺ പർപ്പസ് ഓഫ് ദിസ് ലെറ്റർ; തേർഡ് വൺ ഡയഗ്നോസിസ് ഓർ പ്രസന്റ് ഇഷ്യൂ ഓർ പ്രസന്റ് കണ്ടീഷൻ. ഓക്കെ, ഇനി അഡീഷണൽ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് ഡിസ്ചാർജ് ഓർ ട്രാൻസ്ഫർ എന്നുള്ളൊരു കാര്യങ്ങൾ. ഇനി ലാസ്റ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരു കാര്യമാണ് നമ്മുടെ ഓർഗനൈസേഷൻ. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഓർഗനൈസേഷൻ നമുക്ക് വൃത്തിയായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റാതെ വരുന്നു, നല്ല രീതിയിൽ എഴുതാൻ പറ്റാതെ വരുന്നു, എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഓർഗനൈസേഷൻ വൃത്തിയായിട്ട് നമുക്ക് എഴുതാൻ പറ്റണമെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം റൂട്ട് ഓഫ് ദ കോസ് എന്താണെന്നാണ്. ദാറ്റ് മീൻസ് ആ ഇഷ്യൂ എവിടുന്ന് തുടങ്ങി എന്ന് നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് വൃത്തിയായിട്ടൊരു ലെറ്റർ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും 350 സ്കോർ നിങ്ങളുടെ റൈറ്റിംഗിൽ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതിൽ നമുക്ക് സംശയിക്കേണ്ടത് ഇല്ല. ഇനി നമ്മൾക്കൊരു റൈറ്റിംഗ് ലെറ്റർ നന്നായിട്ട് എഴുതി അവർ വായിക്കുമ്പോൾ നമ്മൾക്ക് ആ ലെറ്ററിൽ അവർക്കൊരു മതിപ്പ് തോന്നണമെങ്കിൽ നമ്മുടെ ലേ ഔട്ട് പ്രോപ്പർ ആയിരിക്കും. അപ്പോൾ നമ്മൾ വൃത്തിയായിട്ട് നല്ല രീതിയിൽ നമുക്കൊരു ലേ ഔട്ട് എഴുതേണ്ടതായിട്ടുണ്ട്. നല്ല രീതിയിൽ ലേ ഔട്ട് എഴുതി നമ്മൾക്ക് ഒരു രൂപഭാവം അല്ലെ ഒരു രൂപഘടന നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, ആ രൂപഘടനയിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ അപ്ലൈ ചെയ്ത് നമുക്കൊരു റൈറ്റിംഗ് ലെറ്റർ നല്ല രീതിയിൽ എഴുതാൻ പറ്റും. അങ്ങനെയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സ്കോർ നിങ്ങൾക്ക് കിട്ടും. ഇനി നമുക്ക് റൈറ്റിംഗ് മൊഡ്യൂളിൽ നമ്മളായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈ ഒരു മൊഡ്യൂളിൽ നമുക്കൊരു പ്രശ്നമുണ്ട്. എന്താ? നമുക്ക് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട് അല്ലേ? കുറേ കാര്യങ്ങൾ എഴുതാൻ പാടില്ല, കുറേ കാര്യങ്ങൾ എഴുതണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ മൈൻഡിൽ കൊണ്ടുവരിക. എങ്കിൽ മാത്രമേ നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നമുക്ക് എടുക്കാനും വേണ്ടാത്ത കാര്യങ്ങൾ നല്ല രീതിയിൽ നമുക്ക് കളയാനും പറ്റത്തുള്ളൂ അല്ലേ? ഓക്കെ, അപ്പോൾ വേണ്ടാത്ത വേർഡ്സുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പരമാവധി നമ്മൾ ഒഴിവാക്കുക. പക്ഷേ നമ്മുടെ സ്പീക്കിങ്ങിലൊക്കെ ആണെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാനും പറ്റും അല്ലേ? അതാണ് നമ്മുടെ OET റൈറ്റിംഗിന്റെ ഒരു പ്രത്യേകത. Apart from this, we need to write a letter with a proper grammatical way. അല്ലേ? അപ്പൊ നമ്മൾക്ക് അറിയാം ഒരു ഗ്രാമർ ഉണ്ട്, നമ്മൾക്ക് ഇംഗ്ലീഷിന് നമ്മൾ ഗ്രാമർ പഠിക്കുന്നുണ്ട് അല്ലേ? പക്ഷെ അത്രയും ഗ്രാമർ നമുക്ക് നമ്മുടെ റൈറ്റിംഗിൽ വേണ്ടി വരുന്നില്ല. നമ്മൾ പ്രോപ്പർ ആയിട്ട് അത് കുറച്ച് ഗ്രാമർ പഠിച്ചിരുന്ന ബെറ്റർ ആയിട്ട് നമുക്ക് നമ്മുടെ ഗ്രാമർ ബേസിൽ നമുക്ക് ഒരു ലെറ്റർ എഴുതാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഇപ്പം നോക്കിയാൽ അറിയാം, നല്ല രീതിയിൽ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ എഴുതി, നല്ല രീതിയിൽ നമ്മളൊരു ഓർഗനൈസേഷൻ പ്രസന്റ് ചെയ്തു, നല്ല രീതിയിൽ നമ്മൾ ഒരു റീഡറിനെ മനസ്സിലാക്കി ആ കണ്ടന്റുകൾ സെഗ്രിഗേറ്റ് ചെയ്തു, ഗ്രാമാറ്റിക്കലി നല്ല രീതിയിൽ നമ്മൾ ഒരു ലെറ്റർ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റൈറ്റിംഗ് നമുക്ക് നല്ലൊരു സ്കോർ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഈ ടിപ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എങ്കിൽ നമുക്ക് മീറ്റ് ചെയ്യാം
at yet another video. Thank you.